അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് മായോ ആണ്. ഓക്കെ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിത് ഇൻസ്പയർഡ് റെസിപ്പിയാണ് എനിക്ക്. ഓക്കെ, അപ്പം ചെയ്തപ്പോൾ കറക്റ്റായി സക്സസ് ആയതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 16 കാഷ്യൂ നട്ട്സ് തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു 6 hours സോക്ക് ചെയ്ത കാഷ്യൂ നട്ട്സാണ്. ഓക്കെ, 16 കാഷ്യൂ നട്ട്സ്. പിന്നെ വേണ്ടത് ഒരു 1/3 കപ്പ് റെഡ് ക്യാപ്സിക്കം ആണിത്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യം ഒരു ടേബിൾ സ്പൂൺ വാട്ടർ, സോൾട്ട് ഒരു 1/2 ടീസ്പൂൺ, നമ്മുടെ ആവശ്യത്തിന് ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇത്ര ഐറ്റംസ് മതി. ഇതൊരു ഫയർലെസ് കുക്കിംഗ് ആണ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി, നമ്മുടെ മയോണൈസ് റെഡിയാവും. സോ ആദ്യം ഒരു 16 നമ്പർ സോഫ്റ്റ് കാഷ്യൂ നട്ട്സ്, പിന്നെ 1/3 കപ്പ് റെഡ് ക്യാപ്സിക്കം, ഓക്കെ. പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് വേണ്ടത്. ഓക്കെ, ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ സോൾട്ട് ആവശ്യത്തിന്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വാട്ടർ. ഇത്ര മതി. ഇത് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് മായോ റെഡി. ഓക്കെ, ബ്ലെൻഡറിൽ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസ് റെഡി. നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2 to 3 days ആണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതങ്ങനെ റെഡി ടു യൂസ് ആണ്. പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ ഒരു 2 to 3 days. സോ നമ്മുടെ മയോണൈസ് റെഡിയായി. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഈ ജാറിലുള്ളത് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കണ്ട, കാരണം അത് നമ്മുടെ കൺസിസ്റ്റൻസി മാറും. സോ ഇത് മതി. നന്നായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച 2 ദിവസം, ഒരു 2 to 3 days നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു.